ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബിടെക്കിന് ഓരോരോ കോളേജസിൽ വരുന്ന പെർ ഇയർ വരുന്ന ഫീസ് എത്രയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഗവൺമെൻറ് എയ്ഡഡ്, ഓട്ടോണമസ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിലൊക്കെ 8650 രൂപയാണ് വരുന്നത്. ബാക്കി നമുക്ക് കാണാം IHRDയുടെ കീഴിലുള്ള കോളേജസിൽ എത്രയാണ് വരുന്നത്. ഓരോരോ കോളേജസിലും KPൻ്റെ അണ്ടറിൽ, KSRTCയുടെ അണ്ടറിൽ വരുന്നത്, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ എല്ലായിടത്തും എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിതിൽ നോക്കിയാലായിട്ട് കാണാം. സോ IHRDയുടെ കീഴിൽ വരുന്ന മിക്ക കോളേജസിലും വരുന്ന ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് 35K സംതിങ് ഒക്കെയാണ് വരുന്നത്. അതല്ല ഫസ്റ്റ് ഇയറിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ഫീസസ് വരുന്നതാണ് എല്ലായിടത്തും. സോ നമുക്കിതിൽ നോക്കി കാണാം. പിന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിലാണെങ്കിൽ സ്പെഷ്യൽ ഫീസ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഫീസസ് ഒക്കെ വരുന്നതാണ്. സോ നമുക്കതിൽ കാണാവുന്നതാണെല്ലാം. അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലൊക്കെ നമ്മുടെ കീമിൻ്റെ റാങ്കിൻ്റെ ബേസിസിലും +2 മാർക്ക് ബേസിസിലൊക്കെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അത് ഓരോരോ കോളേജസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ സ്കോളർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓരോരോ ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ചില സ്ഥലത്ത് SGPAയുടെ കേസായിരിക്കും, ചില സ്ഥലത്ത് സപ്ലി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും.